നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 1100 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടുന്ന പ്ലാനും അതിൻ്റെ 3D എലിവേഷനും 3D ഫ്ലോർ പ്ലാനാണ് നോക്കുന്നത്. വീട് ഫേസ് ചെയ്യുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. ഈ ഒരു പ്ലാനിൻ്റെ ഈ ഒരു ഭാഗം മുതൽ ഈ ഒരു ഭാഗം വരെ 1020 സെൻറ്റിമീറ്ററും ഈ ഒരു ഭാഗം മുതൽ ഈ ഒരു ഭാഗം വരെ 1220 സെൻറ്റിമീറ്ററുമാണ് വരുന്നത്. ഇത്രയൊക്കെയാണ് ഈ ഒരു പ്ലാനിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് 3D എലിവേഷൻ കാണാം. ശേഷം ഫർണിച്ചറൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം 3D ഫ്ലോർ പ്ലാൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാണ് പ്രൊജക്റ്റിൻ്റെ എക്സ്റ്റീരിയർ എലിവേഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കണ്ടംപററി സ്റ്റൈലിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. കളർ പാറ്റേൺ ഗ്രേ വെയിറ്റ് ആണ് വരുന്നത്. ഈ ഭാഗത്ത് ഗേബിൾ റൂഫാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഹെഡ് റൂമിന് സിമെൻറ്റ് ടെക്സ്ചർ കൊടുത്തിട്ട് അതിൽ ഗ്രൂവ്സ് ആണ് വരുന്നത്. ഇത്രയാണ് ഈ ഒരു എക്സ്റ്റീരിയർ എലിവേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഫർണിച്ചറൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം 3D ഫ്ലോർ പ്ലാൻ എങ്ങനെയുണ്ട് നോക്കാം. ഇതാണ് ഫർണിച്ചറൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷമുള്ള 3D ഫ്ലോർ പ്ലാൻ. സിറ്റൗട്ടിലേക്ക് കിടക്കാം. സിറ്റൗട്ടിൻ്റെ വീതി 411 നീളം 150 സെൻറ്റിമീറ്ററുമാണ് വരുന്നത്. ഈ ഭാഗത്ത് നമുക്ക് ചെയർ കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ വിൻഡോ അല്ല കൊടുത്തിട്ടുള്ളത്, പെർഗോളാസ് ആണ് കൊടുത്തിട്ടുള്ളത്. ലിവിങ് റൂമിലേക്ക് കിടക്കാം. ഇതാണ് ലിവിങ് റൂം വരുന്നത്. ലിവിങ് റൂമിൻ്റെ വീതി 270 സെൻറ്റിമീറ്ററും നീളം 300 സെൻറ്റിമീറ്ററുമാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് സോഫ അറേഞ്ച് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. കോഫി ടേബിൾ, ഓപ്പോസിറ്റ് വാളിൽ TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കിടക്കാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ഫസ്റ്റ് ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ വീതി 300ഉം നീളം 330 സെൻറ്റിമീറ്ററുമാണ് വരുന്നത്. കിങ് സൈസ് കോട്ട് തെക്ക് ഭാഗത്തേക്കാണ് ഹെഡ് ബോർഡ് വരുന്നത്. സ്ലൈഡിംഗ് വാർഡ്രോബും ഡ്രസ്സിംഗ് ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 3 പാളിയുടെ ഒരു വിൻഡോയാണ് വെളിച്ചത്തിനായിട്ട് റൂമിലേക്ക് കൊടുത്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്ന ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ടോയ്ലറ്റിൻ്റെ വീതി 150ഉം നീളം 168 സെൻറ്റിമീറ്ററുമാണ് വരുന്നത്. നമുക്ക് സെക്കൻഡ് ബെഡ്റൂമിലേക്ക് കിടക്കാം. സെക്കൻഡ് ബെഡ്റൂമിലേക്ക് ഈ ഒരു ഭാഗത്തൂടെയാണ് സെക്കൻഡ് ബെഡ്റൂമിലേക്ക് വരുന്നത്. സെക്കൻഡ് ബെഡ്റൂമിൻ്റെ വീതി 300ഉം നീളം 330 സെൻറ്റിമീറ്ററുമാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ സ്ലൈഡിംഗ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡ്രസ്സിംഗ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാറ്റും വെളിച്ചവും കിടക്കാനായിട്ട് 2 വാളുകളിലായിട്ട് 3ഉം 2 പാളി വിൻഡോസാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ ബെഡ്റൂം 330 തന്നെയാണ് വരുന്നത്. ഇവിടെ ഒരു ബേ വിൻഡോ വരുന്നുണ്ട്. അതുപോലെ തന്നെ കിങ് സൈസ് കോട്ട് കിഴക്ക് ഭാഗത്തേക്കാണ് ഹെഡ് ബോർഡ് കൊടുത്തിട്ടുള്ളത്. സ്ലൈഡിംഗ് വാർഡ്രോബും ഡ്രസ്സിംഗ് ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കിച്ചണിലേക്ക് കിടക്കാം. ഈ ഒരു ഭാഗത്തൂടെയാണ് നമ്മൾ കിച്ചണിലേക്ക് പ്രവേശിക്കുന്നത്. കിച്ചൻ്റെ വീതി 300ഉം നീളവും 300 തന്നെയാണ് വരുന്നത്. ഈ ഭാഗത്ത് L ഷേപ്പിൽ സ്ലാബ് വരുന്നുണ്ട്. ട്രയാങ്കിൾ ഷേപ്പിലാണ് നമ്മൾ വർക്ക് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ക്യാബിനും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ലാബിന് താഴെ വരുന്നുണ്ട്. ഇവിടെയും ക്യാബിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തും ചെറിയൊരു സ്ലാബ് കൊടുത്തിട്ടുണ്ട്. കിച്ചൺ വിൻഡോ 3 പാളിയാണ് വരുന്നത്. വർക്ക് ഏരിയ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ഈ ഒരു വാളിൽ നമ്മൾ ഫുള്ളായിട്ട് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്ലാസ് തുറന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാവുന്ന രീതിക്കാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 6 സീറ്റർ ഡൈനിങ് ടേബിളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് കോമൺ ടോയ്ലറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോമൺ ടോയ്ലറ്റ് 150 സെൻറ്റിമീറ്റർ വീതിയും 168 സെൻറ്റിമീറ്റർ നീളമാണ് വരുന്നത്. ഈ ഒരു ഹോളിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളത്. 1100 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടുന്ന പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഫേസ് ചെയ്യുന്ന പ്ലാനും അതിൻ്റെ 3D എലിവേഷനും 3D ഫ്ലോർ പ്ലാനുമാണ് നമ്മളിന്ന് കണ്ടത്. എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഇത് കൂടുതൽ പേരിലേക്ക് എത്തിക്കാനായിട്ട് ഷെയറും ചെയ്യുക. ഇത് നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മുൻപും ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും ഒന്ന് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.